ആകെ 3 മണിക്കൂർ മാത്രമാണ് താൻ ഉറങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുറച്ചുകൂടി ഉറക്കം തനിക്ക് വേണമെന്ന് പലരും ഉപദേശിച്ചിട്ടുണ്ടെന്നും ബോളിവുഡ് താരം അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിൽ മോദി പറഞ്ഞു. വെറും 3 മണിക്കൂർ ഉറങ്ങി എങ്ങനെയാണ് ഒരു ദിവസത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നുള്ള ചോദ്യത്തോട് US പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമയും ഇതേ ചോദ്യം തന്നോട് ചോദിക്കുമായിരുന്നുവെന്ന് മോദി മറുപടി നൽകി. കൂടുതൽ സമയം താൻ ഉറങ്ങി തുടങ്ങിയോ എന്നായിരുന്നു അദ്ദേഹം എപ്പോൾ കണ്ടാലും ചോദിക്കുക എന്ന് മോദി കൂട്ടിച്ചേർത്തു. തന്റെ ചിലവിനുള്ള പണം ഇപ്പോഴും അമ്മ തരാറുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കരിത്തേപ്പ് വെട്ടി ഉപയോഗിച്ചാണ് വസ്ത്രങ്ങളൊക്കെ തേച്ചിരുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നും മോദി വ്യക്തമാക്കുന്നുണ്ട്. തന്റെ സ്വന്തം ട്വിറ്റർ അക്കൗണ്ട് കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടെന്നും തന്നെക്കുറിച്ചുള്ള ട്രോളുകൾ ആസ്വദിക്കാറുണ്ടെന്നും മോദി പറയുന്നു. ഞാൻ തമാശകൾ പറയുന്നയാളാണ്, എന്നാൽ എളുപ്പത്തിൽ വളച്ചൊടിക്കപ്പെടുമെന്നതിനാൽ സംസാരത്തിൽ ബോധപൂർവം തമാശ ഒഴിവാക്കാറുണ്ടെന്നും മോദി പറയുന്നു. പ്രധാനമന്ത്രി ഒരു സാധാരണ മനുഷ്യനാകണമെന്നാണ് ആഗ്രഹം. അധികം ദേഷ്യപ്പെടാത്ത മനുഷ്യനാണ് താൻ. മറിച്ചുള്ള വാർത്തകൾ ശരിയല്ല, പക്ഷേ ജോലിക്കാര്യത്തിൽ കർക്കശക്കാരനാണ്. തനിക്കധികം ദേഷ്യം വരാത്തത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും നരേന്ദ്രമോദി അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല. രാമകൃഷ്ണ മിഷൻ സ്വാധീനിച്ചെന്നും മോദി നടൻ അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ സന്തോഷമാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം വിട്ടു പോകേണ്ടി വന്നുവെന്നും ക്രിയാത്മകമായ വിമർശനം സ്വീകരിക്കുന്നുവെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ഒരു സാധാരണ മനുഷ്യനായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഭയങ്കര കർക്കശക്കാരനാണെന്ന് പറയുന്നത് ശരിയല്ല, എന്നാൽ ജോലി ചെയ്യുമ്പോൾ സമയം പാഴാക്കാറില്ലെന്നും മോദി പറഞ്ഞു. സന്യാസിയാകണമെന്നും ആഗ്രഹിച്ചിരുന്നു. മമതാ ബാനർജി കുർത്തയും മധുരവുമൊക്കെ തനിക്ക് അയക്കാറുണ്ടെന്ന് മോദി പറഞ്ഞു. ആദ്യമായി MLA ആകുന്ന സമയത്ത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ജീവനക്കാർക്കൊക്കെ പണം നൽകാറുണ്ടെന്ന് മോദി കൂട്ടിച്ചേർത്തു. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അഭിമുഖത്തിന് ശേഷം അക്ഷയ് കുമാർ ട്വീറ്റ് ചെയ്തു.